ഈ ഹമാസ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ 87 ഇല്ലെങ്കിൽ എന്നേ പാലസ്തീനികൾ അവർ അവിടെ നിന്ന് വാനിഷ് ചെയ്ത് കളഞ്ഞു. ഒക്ടോബർ 7 സംഭവിച്ചു ആ ഭീകരതയാണ് എല്ലാവരും എടുത്തു പറയുന്നത്, ഹമാസിന്റെ ഭീകരതയായി. ഈ പാലസ്തീൻ വിഷയം പറയുമ്പോൾ വേറെ കോങ്കോ, ആഫ്രിക്ക അവിടെയൊക്കെ പട്ടിണിയും അവിടെയെല്ലാം യുദ്ധങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ. ഇത് അതുമായിട്ട് ബന്ധമില്ലാത്തൊരു സാധനമാണ്. മെജോറിറ്റി ഓഫ് രാജ്യങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തിരിയെങ്കിലും വിവേകമൊക്കെ ഉള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വിവേകമുള്ള ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും സപ്പോർട്ട്. ഇത് നശിപ്പിക്കുന്നവരോടൊപ്പം നിൽക്കാൻ പറ്റും. അപ്പോഴും തിരിച്ച് അറ്റാക്ക് ഉണ്ടല്ലോ, അവിടെയും ഇതേ രീതിയിൽ തന്നെ സംഭവിക്കുന്നില്ല. ഒരിക്കലും ഇല്ല. ഈ അച്ഛന്മാരുടെ സാധനം പൊങ്ങൂല. ഇവർക്ക് ഇത് മൂത്രം ഒഴിക്കാൻ മാത്രം ഉള്ളതെന്ന്. ഇടയ്ക്കിടയ്ക്ക് ചില അച്ഛന്മാരെ പിടിക്കപ്പെടുമല്ലോ, സ്ത്രീകളുമായിട്ട് പിടിക്കപ്പെടുന്നു അല്ലേ, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളായിട്ടൊക്കെ പിടിക്കപ്പെടും. അവർ മാത്രമാണ് മോശപ്പെട്ടവരെന്നാണ് എല്ലാവരും കരുതുന്നത്. നിങ്ങൾ ഇതിനെ നിയന്ത്രിച്ച് പിടിച്ചു നിർത്തിയിട്ടാണ് സന്യാസ ജീവിതം എന്ന് പറയുന്നത്. നിയന്ത്രണത്തിലൂടെ ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. ഇത് അങ്ങനെയല്ലല്ലോ, മറ്റേ സാധനം വിടുമ്പോഴാണല്ലോ പുറത്തോട്ട് വരുന്നത് ശുക്ലമെന്ന് വിചാരിക്കും. എന്നാൽ തെറ്റി. സന്യാസ ജീവിതം എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇടയ്ക്ക് വാണം വിടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലേ ചോദിക്കുന്നത്, അതും അച്ഛന്മാരല്ലേ, അതും സന്യാസ ജീവിതമല്ലേ. സന്യാസ ജീവിതത്തിൽ ഈ ശുക്ലം വെളിയിൽ പോരെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല, ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? മെജോറിറ്റി ഓഫ് ഇന്ത്യയിൽ നടന്ന കേസുകളും തെളിയിക്കപ്പെടാതെ തന്നെ ശിക്ഷിക്കപ്പെടാതെ പോയ കേസുകളാണ്. മെജോറിറ്റി ഈ പറയുന്ന വേടന്റെ കേസ് പോലെയുള്ള കേസുകൾ. അതൊരു ആരോപണമായി കൂടെ. സെക്സ് ചെയ്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരും ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതെന്താ ഇപ്പൊ പറഞ്ഞു, വൈഫിന് താല്പര്യം ഉണ്ടായിരുന്നു, അതെ അതെ, കുഞ്ഞിന്റെ നാണെന്ന്. നമ്മുടെ ഒരു പാർട്ട്ണറാണ് അത് പറയുന്നത്. ആ പാർട്ട്ണറിന്റെ വില അല്ലെങ്കിൽ ആ പാർട്ട്ണർക്ക് നമ്മളൊരു അതായത് അവർക്ക് നടത്തി കൊടുത്താൽ നമുക്കൊന്നും സംഭവിക്കാനില്ല. ഒന്ന് ബാപ്റ്റിസം നടത്തി കൊടുത്താൽ ഒന്നും സംഭവിക്കാനില്ല. പിന്നെ എന്താണ് ആ പാർട്ട്ണറിനെ വില? ഇതേ സാധനമാണ് ഞാൻ തിരിച്ചു വെക്കുന്നത്. ഞാനൊരു പാർട്ട്ണറില്ലേ, ഒന്നും നടത്തി കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇല്ല, ഇവിടെ ഉണ്ട് ഒരു മെയിൽ ഷോവനിസം ആണ് ഈ ഭൂമി വാഴുന്നത്, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പറയുന്ന പുരുഷ കേന്ദ്രീകൃത സമൂഹമാണെന്നാണ് പറയുന്നത്. അപ്പൊ ചേട്ടനെന്തോ എന്നെ നന്നായിട്ട് പൊളിക്കാനാണ് എനിക്ക് മനസ്സിലാവുന്നത്. പുരുഷ കേന്ദ്രീകൃത സമൂഹം തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. അപ്പോഴും ചേട്ടന്റെ കാര്യങ്ങൾ അവിടെ നിന്ന് നടപ്പാക്കിയത് അല്ലേ? പറഞ്ഞുതരാം. അതെല്ലാം പറയാം. ആണോന്നാണ് ചോദ്യം? അല്ലേന്നാണ്. ആണോന്നല്ല, അല്ല. അതായത് ഞാനും വൈഫും രണ്ടുപേരാണല്ലോ, രണ്ട് വ്യക്തികളല്ലേ. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ കാര്യങ്ങളിൽ. അവരവർക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇരുന്ന് ചെയ്യുന്നു. ആണ്, തീർച്ചയായും. അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, അവൾ എന്നെ നിയന്ത്രിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവൾക്ക് അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒന്നുമില്ലല്ലോ. ഇനി നമ്മൾ രണ്ടുപേരുടെ ചേർന്ന് അല്ലെ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു ഫാമിലി അകത്ത് ജീവിക്കുന്നു. നമ്മളുടെ കുട്ടികളുടെ ഒരു കാര്യം വരുന്നു, നമ്മൾ രണ്ടുപേരും കൂടെ അത് തീരുമാനമെടുക്കും, യുക്തിപരമായിട്ടുള്ള തീരുമാനം. അതിൽ തർക്കങ്ങളല്ല, ഇതിലെ കാര്യങ്ങളെല്ലാം ഞാനും അവളോട് തർക്കിച്ച് തന്നെയാണ് തീരുമാനിച്ചത്. തർക്കിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഇന്ന കാര്യങ്ങൾ. അപ്പൊ ഇതുപോലെ ഞാൻ തർക്കിച്ചിട്ട് ജയിക്കാതെ അവൾ ജയിച്ചൊരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞു. ആപ്പിളിന്റെ കാതിൽ കമ്മലിട്ട് ഞാൻ തർക്കിച്ചോണ്ടേയിരുന്നു, ഇടരുത്. അവളാണ് ജയിച്ചത്. ആ തർക്കത്തിൽ ജയിക്കുന്നവരവിടെ അത് നടപ്പിലാക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ചെയ്തത്? പക്ഷേ ഈ ബാപ്റ്റിസത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അത് മതം അടിച്ച് തലയെ കയറ്റുന്ന ഒരു സാധനം കൂടെയാണ്. പള്ളിയിൽ പോവുക മതല്ലേ, അത് നമുക്ക് ചിലപ്പോൾ തിരുത്തിയെടുക്കാൻ വലിയ പാടാണ്. അപ്പൊ ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് തിരുത്തിയെടുക്കാം. ഞാൻ വെച്ചാൽ അതെങ്ങനെ? ഇതിനകത്ത് മരുന്ന് അടിച്ചിട്ടാണ് ഇവിടെ കാത് കുത്തുന്ന, വേദനയില്ല. ഓക്കെ സമ്മതിച്ചു. അപ്പൊ ഇത് എങ്ങനെ തിരുത്തും? വലുതാകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് ലേസർ വെച്ച് അടയ്ക്കാം. ഓക്കെ, വെരി ഗുഡ്, ഞാൻ എഗ്രി ചെയ്തു. ഇത്രേ ഉള്ളൂ. മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എങ്കിൽ പിന്നെ ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട. ഇംഗ്ലീഷ് രാവിലെ മുതൽ ഞാൻ നന്നായിട്ട് കണക്കിന് മേടിച്ചു കൂട്ടുന്നുണ്ട്. കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭാര്യ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴാണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്, അവർ പറയുന്ന കേൾക്കുക, അതിൽ കൂട്ടായ ഒരു തീരുമാനം എടുക്കുക എന്നൊക്കെ ഉള്ളൊരിത് വരുന്നത്. അതിനൊക്കെ ഘടകവിരുദ്ധമായി ഒരു കുടുംബം ഞാൻ കണ്ടത് ഷിജിലേട്ടനെയാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു റീല് ഷിജിലേട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് 2-3 ദിവസം കഴിയുമ്പോൾ ഫാമിലി ആയിട്ടുണ്ടാകും ഒരു വ്ളോഗ്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ചേച്ചിക്ക് ഇതെങ്ങനെ ഇതാകാൻ പറ്റുന്നു എന്നുള്ളത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓരോ നിമിഷവും തർക്കം, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കുമോ അങ്ങനെ? നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഈച്ച് ആൻഡ് എവരി സാധനം അങ്ങ് സംസാരിക്കും. അത് കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് അങ്ങനെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് യുക്തിവാദിയൊന്നും അല്ലല്ലോ. ഞാൻ എൻ്റെ സ്വഭാവം, ക്യാരക്ടർ ഇങ്ങനെയാണ്. ഓക്കെ, ക്യാരക്ടറിനും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മളെല്ലാ കാര്യങ്ങളും തുറന്ന് തന്നെ സംസാരിക്കും. ഇന്ന രീതിയാണെങ്കിൽ ഇന്ന രീതി. അപ്പൊ അതുകൊണ്ട് അവക്ക് എൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നതിൽ അങ്ങനെ ഒളിച്ചു വെക്കോ മറയ്ക്കോ ഒന്നുമില്ല. ഈ മൊട്ട എന്നുള്ള പേര് വരാൻ കാരണം തലമുടി വളരാത്തതാണോ അതോ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ സൂക്ഷിക്കുന്നതാണോ?
അല്ല തലമുടി വളരാത്തതാണ്. 10-22 വയസ്സായപ്പോഴത്തേക്കൊക്കെ മുടി പൊഴിഞ്ഞു പോയി. എനിക്ക് ഡയബറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ എനിക്ക് ജോണ്ടിസ് പിടിപെട്ട് അങ്ങനെ ആ സമയത്ത് ന്യൂട്രീഷൻസ് പ്രോബ്ലം ഒക്കെ കൊണ്ട് മുടി പൊഴിഞ്ഞു പോയി. ഓക്കെ, അത് പിന്നെ ഒരു സ്റ്റൈലായിട്ട് വന്നു. അത് പിന്നെ അങ്ങനെ സ്റ്റൈലായി. പിന്നെ ഈ ഫേസ്ബുക്കിൽ ഈ എഴുതി തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ ഒരു കാര്യം എഴുതുമ്പോഴത്തേക്കും ആൾക്കാർ മുട്ടാന്ന് വിളിച്ച് അപ്പോൾ ഇന്ന കാര്യം എഴുതിയ ആള് അങ്ങനെ പറയുന്നില്ലേ. അപ്പോൾ അവൻ മുട്ട ഇല്ല അടയാളപ്പെടുത്താൻ വേണ്ടി ആൾക്കാർ വിളിച്ച് പിന്നെ ഞാനും അതങ്ങ് ആക്കി മുട്ട. ഇപ്പൊ പിന്നെ മുട്ട എന്ന് പറയുമ്പോഴത്തേക്കും ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് അറിയാം ഏത് ക്യാരക്ടറാണ്. മനസ്സിലായി. അങ്ങനെയാ മുട്ടയായത്. കുറച്ച് മുന്നേ എന്നോട് സംസാരിച്ചു എനിക്ക് മാനവികതയില്ല. ഞാൻ നിങ്ങളെ പോലെ മാനവിക ഇല്ലെന്ന് പറഞ്ഞു. അതെന്താണ്? ഞങ്ങളുടെ അളവ് ചേട്ടൻ അറിയാമോ? ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചു ശരണ്യനെ. ഞാൻ ചോദിച്ചത് അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമുക്കിപ്പോ ഒരു കുറെ പേര് ഇവിടെ കൂടി നിൽക്കുന്നു. മാനവീയരല്ലാത്തവർ എഴുന്നേറ്റ് വരാൻ പറഞ്ഞാൽ ആരും വരത്തില്ല. എല്ലാവരും മാനവീയരായിരിക്കും അല്ലേ. മാനവീയമായിട്ടൊരു കളിയില്ല. അച്ഛന്മാരെ വിളിച്ചാലും അവരും പറയാം അവരും മാനവീയതയെ പറയുന്നു ഇരുന്നിട്ട്. അപ്പൊ അവരുടെ മാനവീയത എനിക്ക് അത്ര സ്വീകാര്യതയില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഫെമിനിസം ഞാൻ പറയുന്നുണ്ടല്ലോ, ഫെമിനിസത്തെ എതിർക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് മാനവീയരാകുന്നത്? എനിക്ക് തോന്നിയിട്ടില്ലത്. അവർ പറയുന്ന മാനവീയത മതി എന്നാണ്. മാനവീയത മതിയെങ്കിൽ പിന്നെ ഫെമിനിസം ഉൾക്കൊള്ളുന്ന ആളായിരിക്കില്ലേ അത്? ഞങ്ങൾ പറയുന്ന അത്ര മാനവികത ഇല്ല എന്നാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെന്ന് പറയുന്നില്ല ഞാൻ. സൊസൈറ്റി ആവശ്യപ്പെടുന്ന മാനവികത എങ്ങനെയാണ് ഷിജിലേട്ടന് ഫീൽ ചെയ്തേക്കുന്നത്? അതിലെനിക്ക് ഒന്നും തോന്നിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ അച്ഛന്മാര് മാനവീയത എങ്ങനെ പറയുന്നു? പള്ളിയിൽ അച്ഛന്മാരെങ്ങനെ മാനവീയത പറയുന്നു? അവരെന്താ ചെയ്യുന്നു? എന്ത് പണിയെടുക്കുന്നു? ബൈബിൾ വായിച്ചിട്ട് ആൾക്കാരെ പഠിപ്പിക്കുന്നത് മാനവീയത? പ്രാർത്ഥിക്കുന്നില്ലേ? എന്ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് നേരത്തെ പറഞ്ഞത്. സയന്റിഫിക് സ്റ്റഡി. അവർ കൂടുതൽ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നവരോട് പേടിക്കുകയാണ് ചെയ്യുന്നത് മരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പം ഈ പള്ളിയിലച്ഛന്മാർക്ക് മാനവികത ഇല്ലെന്നാണോ? അല്ല, അവർക്കുണ്ടല്ലോ. അതാ ഒരു മാനവീയമായിട്ടുള്ള അച്ഛനെ വിളിച്ചിട്ട് നോക്കട്ടെ, നമുക്കിവിടെ ഇരുത്തി സംസാരിക്കാം. എന്താ അവരെ മാനവീയത? അവർക്ക് എന്താ അവരെ മാനവീയത? അത് പറഞ്ഞാ അവരെ കുറിച്ച് പറയുന്നത് ജീസസിന്റെ എന്താ പറയാ, ജീസസിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അതായത് ജീസസ് ഒരു സൈക്കിളെങ്കിലും കണ്ടുപിടിച്ചായിരുന്നു. കഴുതയുടെ പുറത്ത് ഇല്ല കയറി വന്നത്. ഒരു സൈക്കിൾ കണ്ടുപിടിച്ച് അത് ഓടിച്ചിട്ട് വന്നാൽ കുറച്ചുകൂടെ മാനവിക എന്ന് പറയാം. ഇന്ന് ആരെങ്കിലും കഴുതയുടെ പുറത്ത് കയറി പീഡിപ്പിക്കൂ? ഞാൻ കയറാറില്ല. എനിക്ക് പേടിയാണ് കഴുതയുടെ പുറത്ത്. പാവം കഴുതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു സൈക്കിൾ കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ചവിട്ടി വന്നാൽ പോരായിരുന്നു. അന്നത് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അതെന്താ പറ്റായിരുന്നു? ഓ, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. സൈക്കിൾ മാത്രം കണ്ടുപിടിക്കാനുള്ളായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന പുരോഹിതന്മാരെ അങ്ങനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ നല്ല പുരോഹിതനുണ്ടാവും. പുരോഹിതൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും, ഫേസ്ബുക്കിൽ വഴി ഒരു പ്രാവശ്യം ഇതിനകത്ത് ഈ ബൈബിൾ എഴുതിക്കേണ്ട സമയത്ത് ഇതേപോലെ പറഞ്ഞപ്പോൾ തർക്കിക്കാൻ വന്നായിരുന്നു കുറച്ച് ആൾക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതാണ് നല്ല പുരോഹിതൻ, ഒരുത്തനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഏതോ ഒരാൾ അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു, പുള്ളിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പം ഞാൻ പറയും സമ്മതിച്ച്. ബാക്കിയെല്ലാം കൂറാൾ തന്നെയല്ല, സമ്മതിച്ച്. ഒരാളെ കൊണ്ടുവന്നില്ല, ബാക്കിയൊക്കെ അങ്ങനെ പറയരുത്. നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തെറ്റിയില്ലേ? എല്ലാവരെയും കൊണ്ടുവരണ്ടേ? ഈ എല്ലാ അച്ഛന്മാരും നല്ലതാവണ്ടേ? അപ്പൊ എല്ലാ മനുഷ്യന്മാരും നല്ലതാവണ്ടേ? മനുഷ്യരെ വിട്. ഇത് ഈ അച്ഛന്മാരുടെ പ്രത്യേകത എന്താ? കത്തോലിക്ക സഭയുടെ അച്ഛന്മാരുടെ പ്രത്യേകത എന്താ? ഞാൻ ഇതിനകത്ത് പറയട്ടെ. ക്രിസ്ത്യാനിയാണോ ആരെങ്കിലും ഇവിടെ? അതൊന്നും പ്രശ്നമല്ല. ഒരു പള്ളിയിൽ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെയൊക്കെ ചെറുതിലെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതായത് ദൈവത്തിനടുത്ത് നിൽക്കുന്ന, ഇപ്പം അമ്പലത്തിൽ പോയ തിരുമേനി, എൻ്റെ ചെറുതിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അതായത് ഇവരാണ് ദൈവത്തിലേക്ക് നമ്മളുടെ മെസ്സേജസ് പാസ് ചെയ്യുന്ന ഇടനിലക്കാർ, മീഡിയേറ്റർ എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ അത് ചോദിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ, എന്താ ചേട്ടൻ പള്ളിയിലച്ഛന്മാരെ ഈ നല്ലതാണോ എന്നൊക്കെ എങ്ങനെ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ അത് ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് തുടങ്ങാം. കുട്ടിക്കാലത്ത് ഞാൻ വിശ്വാസിയായിരുന്നേ. ഈ പറയുന്ന 10-30 വർഷക്കാലം വിശ്വാസിയായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിരിക്കുന്നതും പിന്നെ നമ്മുടെ മനസ്സിലുള്ളതും ഈ അച്ഛന്മാരുടെ സാധനം പൊങ്ങൂല, അവരൊക്കെ ഇത് മൂത്രം ഒഴിക്കാൻ മാത്രമുള്ളതെന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെ കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ചില അച്ഛന്മാരെ പിടിക്കപ്പെടുമല്ലോ അല്ലേ? സ്ത്രീകളുമായിട്ട് പിടിക്കപ്പെടുന്നു അല്ലേ? അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായിട്ടൊക്കെ പിടിക്കപ്പെടും. അവർ മാത്രമാണ് മോശപ്പെട്ടവരെന്നാണ് എല്ലാവരും കരുതുന്നത്. നിങ്ങൾ ഇതിനെ നിയന്ത്രിച്ച് പിടിച്ച് നിർത്തിയിട്ടാണ് സന്യാസ ജീവിതം എന്ന് പറയുന്നത്, നിയന്ത്രണത്തിലൂടെ. ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്.
അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തുകൊണ്ട് മൂത്രം നിയന്ത്രിച്ച് നിർത്തിക്കൂടാ? അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയല്ലല്ലോ, മറ്റേ സാധനം വിടുമ്പോഴാണല്ലോ പുറത്തോട്ട് വരുന്നത് ശുക്ലമെന്ന് വിചാരിക്കും. എന്നാൽ തെറ്റി. അങ്ങനെയല്ല. ലൈംഗിക വികാരം ഇല്ലാത്ത ആൾക്കാർക്കും ശുക്ലം പുറത്തു പോകും. അതായത് അസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്കും ശുക്ലം പുറത്തു പോകും. പുറത്തു പോയേ പറ്റൂ. പുറത്തു പോകാതിരിക്കാൻ പറ്റില്ല. ഓരോ സെക്കൻഡിലും ബീജം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിലും 1500 ആണെന്ന് തോന്നുന്നു, ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി. ഓരോ സെക്കൻഡിലും 1500 ബീജങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ ബീജങ്ങൾ വരുമ്പോൾ പഴയ ബീജങ്ങൾ അബ്സോർബ് ചെയ്യപ്പെടും. ബട്ട് ഇവിടെ നിന്ന് ഇടയ്ക്ക് പുറത്ത് പോയേ പറ്റൂ. ഇടയ്ക്ക് പുറത്ത് പോയേ പറ്റൂ. പോകാതെ തരയില്ല. അപ്പോൾ അത് പുറത്തെങ്ങനെയാണ് പോകണമെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നീ നമ്മൾ കൈ വെച്ചിട്ട് പുറത്ത് കളയണം, ഇല്ലെങ്കിൽ വല്ല സ്ത്രീകൾ വേണം. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഉറക്കത്തിൽ പോകും. ഈ ഉറക്കത്തിൽ പോകാനായിട്ട് ചില സാധനങ്ങൾ വേണം, പഠിച്ച് കയറ്റി ബ്രെയിൻ എടുത്ത് വെച്ചിരിക്കും. എന്തായിരിക്കും ആ സാധനം? അപ്പോൾ അച്ഛന്മാരുടെ മനസ്സിലുള്ള സാധനങ്ങൾ എന്തായിരിക്കും പറഞ്ഞേ? അച്ഛന്മാരുടെ മനസ്സിലുള്ളത് മറ്റേ യേശുക്രിസ്തു ആയിരിക്കും. ആണോ? അപ്പം ഞാൻ പറഞ്ഞു ഇതേപോലെ അച്ഛന്മാരെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അല്ല, അത് നിങ്ങൾ വേണമെങ്കിൽ വരൂ, നമുക്ക് പരിശോധിക്കാം. ഞാനായിരിക്കും പരിശോധിക്കുന്നത്. അപ്പോൾ പൊങ്ങൂലെന്നും പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ അച്ഛനല്ല, അയാൾ നിയന്ത്രിക്കുന്നില്ല. നിയന്ത്രിച്ച് പൊക്കാൻ നിർത്തണം. തന്നെ നിയന്ത്രണമുള്ളവൻ. അല്ലെ, നിങ്ങൾ ഏതെങ്കിലും ആൾക്കാരെ വിളിച്ച് ചോദിച്ചു, ലോകത്തുള്ള എല്ലാ ആണുങ്ങളെ പോലെ തന്നെ ആയിരിക്കും അച്ഛന്മാരും. വേറെ പ്രത്യേകതകളൊന്നുമില്ല. കുണ്ടിക്ക് വേറെ ചേട്ടാ, ഇതൊക്കെ ഭയങ്കര വിവാദമാകുന്ന പ്രസ്താവനകളാണ് ഈ നടത്തുന്നത്. ആയിക്കോട്ടെ, ഇത് നമ്മൾ പേടിയില്ലേ? നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങളിങ്ങനെ വിവാദപരമായി, നിങ്ങൾ താമസിക്കുന്ന ഖത്തറിലാണ്. അല്ല, അത് ഈ കൊട്ടേഷൻ കാര്യം ആദ്യം പറയാം, പിന്നെ നമുക്ക് ഖത്തറിലോട്ട് പോകാം. കൊട്ടേഷൻ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്നെ കൊട്ടേഷൻ കൊടുക്കുന്നു, എന്നെ തട്ടിക്കളയും. പിന്നെ ഞാൻ മരിച്ചു. പിന്നെ കേസിന്റെ ബാക്കിൽ നിന്ന് അവരെല്ലാം നടക്കുന്നത് എനിക്കെന്താ പ്രശ്നം? എല്ലാം ആർക്ക് വേണേ കൊല്ലാണ്ടോ? കൊല്ലുന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവർ കൊന്നോട്ട്, ആര് വേണേ കൊന്നോട്ട്. ഇപ്പോൾ മറ്റേ കൃപാസനത്തിൽ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നിനക്ക് ചുണയുണ്ടെ കൃപാസനത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് അവരെന്നെ കൊല്ലും. അല്ലേ? നല്ല കാര്യം. അല്ല ചേട്ടൻ ഇപ്പൊ കൃപാസനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ ഓർത്തേ. ചേട്ടന് എപ്പോഴെങ്കിലും അവിടെ പോണെന്ന് തോന്നിയിട്ടുണ്ടോ? ജസ്റ്റ് ഇത് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതായത് ഇതല്ല, ഈ ആളുകൾ പറയുന്ന ഒരു കാര്യം നമ്മൾ ഇത് കണ്ടിട്ട്, ചേട്ടൻ കണ്ടിട്ടുണ്ടോ? കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. അല്ല, നമ്മളവിടെ പോയിട്ട് അറ്റ്മോസ്ഫിയർ എന്താന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് അടുക്കാനാ? അല്ല, കുറെ കൂടെ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടെ വിമർശിക്കാനായിട്ട് ആവശ്യമുണ്ട്. അവരെന്നെ യൂട്യൂബിൽ എടുത്തിട്ടേ അവിടുത്തെ എന്താണ് കൂതറ സ്വഭാവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ വേറെ എന്ത് കിട്ടണം? അവര് തന്നെ യൂട്യൂബിൽ ഇറക്കി വിട്ടുതരും എല്ലാ സാധനങ്ങളും. അപ്പൊ ചേട്ടാ, അല്ലെങ്കിൽ അവര് ഒളിച്ചു വെക്കണ്ടേ? അയ്യോ, ഇവിടെ അല്ല ചേട്ടാ, അപ്പൊ ഇതേപോലെ തന്നെയല്ലേ സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ കാമ മോഹ ക്രോധങ്ങളെ അടക്കി ജീവിക്കണം എന്നല്ലേ പറയുന്നത്? ആയിരിക്കാം. എനിക്ക് അതിനെ കുറിച്ച് വലിയ വശമില്ല. ഞാൻ അച്ഛന്മാരെ കുറിച്ച് എനിക്ക് വശം. അത് തന്നെയല്ല അവരുടെയും ഒരുതരം സന്യാസ ജീവിതമല്ലേ? ആയിരിക്കാം. അവര് ചെയ്യുന്നതിൽ ഇത് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും ഇല്ലല്ലോ. ഈ സന്യാസ ജീവിതം എന്ന് പറയുന്നത് അയാൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് അങ്ങ് പോകുന്നില്ലേ? വളരെ പഠനത്തിലൂടെ എത്തിപ്പെടുന്നതാണ്. എനിക്കറിയില്ല. അച്ഛന്മാരെ നടന്ന കൃത്യമായിട്ടുള്ള സ്റ്റഡി, പിന്നെ മെഡിക്കൽ ചെക്കപ്പുകൾ, പിന്നെ ഇന്ന കാര്യങ്ങളിലൂടെ അവിടെ കൊണ്ടിരുത്തുന്നു. അങ്ങനെയല്ലേ? മറ്റതങ്ങനെയല്ല. അയാളുടെ പാട് നോക്കി ജീവിക്കുന്നില്ലേ? ആർക്കും ശല്യമൊന്നുമില്ലല്ലോ. അയാൾ പോയിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ടോ ഞാൻ സന്യാസി എന്നും പറഞ്ഞിട്ട്? ഇല്ലല്ലോ. അതിപ്പോൾ എനിക്ക് വേണേൽ അങ്ങനെ ജീവിക്കാം. എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സന്യാസ ജീവിതം എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. ഇടയ്ക്ക് ഇവിടുന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. സന്യാസ ജീവിതത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഇത് വിട്ടുവിടുന്നുണ്ടോ? ഞാൻ ചോദിക്കണം, അങ്ങനെ ഒരു സാധനം ഉണ്ടോ? സന്യാസ ജീവിതം വെച്ചാൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയാണ്. പിന്നെ ഈ ക്രിസ്ത്യൻ സഭകളിൽ എത്ര കല്യാണം കഴിക്കുന്ന അച്ഛന്മാരില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, അതും അച്ഛന്മാരല്ലേ? അതും സന്യാസ ജീവിതമല്ലേ? സന്യാസ ജീവിതത്തിൽ ഈ ശുക്ലം വെളിയിൽ പോരെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല? ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് ജീസസ് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കും. ഞാൻ ഇത്ര സമയത്ത് ചെയ്തിട്ടില്ല, എഴുതി വെക്കേണ്ടായിരുന്നു. ഇത് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു സാധനമല്ലേ? ആഹാരം അല്ലേ, വസ്ത്രം, വെള്ളം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സാധനമെങ്കിൽ ഞാൻ പറയുന്നത് ഇതല്ല, സെക്സാണ്. നമ്മൾ ആഹാരം കഴിഞ്ഞാൽ അടുത്തത് പിന്നെ സെക്സിലോട്ടല്ലേ പോകണം മനുഷ്യര്. അപ്പൊ ചേട്ടാ, അങ്ങനെയെങ്കിൽ ഈ അച്ഛന്മാരെ പോലെ തന്നെയല്ലേ കന്യാസ്ത്രീകൾ? ഈ കാര്യത്തിലല്ലേ? ഈ സെക്സിന്റെ കാര്യത്തിലാണോ? അല്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല. അതായത് പുരുഷന്മാർക്ക് ശുക്ല വിസർജനമൊക്കെ ഉണ്ട്. സ്ത്രീകൾക്ക് ഇത് മസ്റ്റ് അല്ല, കമ്പൽസറി അല്ല സ്വയംഭോഗം എന്ന് പറയാം സ്ത്രീകൾക്ക്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് സുഖം വേണമെങ്കിൽ സ്വയംഭോഗം ചെയ്താൽ മതി.
ആണുങ്ങൾക്ക് ഇത് പോയി പുറത്ത് പോയി തന്നെ ആവണം. ഈ രണ്ട് വ്യത്യാസമുണ്ട്, ബയോളജിക്കലി രണ്ട് വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീകൾക്ക് സുഖം വേണമെങ്കിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, ഒന്നും പുറത്തു പോകാനില്ല. നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഓവം പൊയ്ക്കോളും. ഇവിടെ ബീജിലേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ചെയ്താൽ മാത്രമേ പോകൂ. ഇതാണ് വ്യത്യാസം. നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് ടോപ്പിക്ക് മാറ്റാം. ഈ കൺസെൻറ്റ് ഇപ്പം നമ്മൾ കേൾക്കുന്ന ചേട്ടൻ അതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ കോൺസെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ഒരു നമ്മുടെ നിയമപ്രകാരം എങ്ങനെയാണ് നമുക്കൊരാളോട് കൺസെൻറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി ഒരു പീഡനമാകുന്നത് എങ്ങനെയാണ്? പിന്നെ പീഡനം എന്നുള്ളത് ബലാത്സംഗവും പീഡനം, യെസ്, ഇറ്റ്സ് രണ്ടും രണ്ട് ടേമല്ല. അതായത് ഞാൻ നിങ്ങൾക്ക് വിവാഹ വാഗ്ദാനം നൽകി, ഷിജുലേട്ടന് യെസ് തിരിച്ചാണ്, നിങ്ങൾ എനിക്ക് വിവാഹ വാഗ്ദാനം നൽകി, നമ്മൾ ചെയ്യുന്നു. സോ നെക്സ്റ്റ് സ്റ്റേജിൽ അത് പീഡനമായി മാറുവാണ്. പക്ഷെ വേറൊരു പീഡനമുണ്ട്. വേറൊരു പീഡനം മീൻസ് ഞാൻ അങ്ങനെയല്ല, ബലാത്സംഗം. പക്ഷെ ഇതിനെ രണ്ടിനും ഒരു രീതിയിലാണ് കൊണ്ടേ കെട്ടുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഒരേ രീതിയിലല്ല, അത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ഏതാണെന്നുള്ള കോടതിയാണ് തീരുമാനിക്കുന്നത്, അല്ലേ? ഈ പറയുന്ന നമ്മൾ സിനിമയിൽ കാണുന്ന ബാലൻ കെ നായർ മോഡൽ അല്ലേ, അത് റേപ്പാണ്. അല്ല, പീഡനം എന്ന് എഴുതുമ്പോൾ എല്ലാവരും അതാണ്. പീഡനം പല ടൈപ്പ് ഉണ്ട്. അതിപ്പോൾ കുട്ടീനെ അടിക്കുന്നതും പീഡനമല്ലേ, ഒരു കൊച്ചിനെ അടിക്കുന്നു, കമ്പൂച്ച് അടിക്കുന്നതിനും പീഡനമല്ലേ പറയുന്നത്. ഞാൻ റേപ്പ് എന്ന് പറയുന്ന വേർഡിനെ കുറിച്ചാണ് പറയുന്നത്. ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പ് അല്ലേ, അതിനെക്കുറിച്ചാണ്. സെക്ഷൽ അബ്യൂസ്, ആ സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പീഡനം എന്ന് പറയുമ്പോൾ പല പീഡനങ്ങളുണ്ടല്ലോ, മാനസിക പീഡനം, അങ്ങനെയൊക്കെ പലതുണ്ട്. നമ്മൾ ഈ കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം. ഇപ്പോൾ വേടൻ്റെയൊക്കെ കേസിൽ വന്ന ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പറയാം. അതായത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ കളിക്കാൻ പാടില്ല. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ശരണ്യനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി കളിക്കാൻ പാടില്ല. കളിക്ക് വേണ്ടി നമുക്ക് കളി ചോദിക്കാം. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് അത് പറയാം, അതിലോട്ട് വരാൻ. അതായത് ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം, ഫസ്റ്റ് തുടങ്ങുന്നത് ഉണ്ടെങ്കിൽ അതാണ് വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത്. അതിനുശേഷം എല്ലാം കഴിഞ്ഞേ, അതിനുശേഷം ഈ ചെറുക്കൻ ആ കളി കഴിഞ്ഞതോടുകൂടി വിട്ടിട്ട് പോയി എന്നുള്ള തെളിവ് കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് വിവാഹ വാഗ്ദാനം നൽകി റേപ്പ് എന്നുള്ള സാധനം വരുന്നത്. കാര്യം എന്താ? മാനിപ്പുലേറ്റഡ് കൺസെൻറ്റ്, മാനിപ്പുലേറ്റ് ചെയ്ത് കൺസെൻറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുട്ടായി തന്നിട്ട് ചോക്ലേറ്റ് തന്നിട്ടൊക്കെ ചെയ്യുന്നു പറഞ്ഞില്ലേ, ആ സാധനം പോലെ. അതെനിക്ക് മനസ്സിലാവും, ഒരു മുട്ടായി തന്ന ഒരാളെ പറ്റി. അതുപോലെയാണ് ഇതും. ഈ വിവാഹം എങ്ങനെയാണ് പറഞ്ഞുതരാം. വിവാഹം ഇന്ത്യയിൽ എങ്ങനെയാണ് വിവാഹം നടക്കുന്നത്? ഒരു സ്ത്രീക്ക് അവിടെയാണ് ഇത് മാറുന്നത്. ഇന്ത്യയിൽ വിവാഹം നടക്കുന്നു, വിവാഹം ഒരു സ്ത്രീ എങ്ങനെ കാണുന്നുള്ളതാണ്. അവൾ വിവാഹം കഴിഞ്ഞാലേ ഇന്ത്യയിൽ വിവാഹം കഴിഞ്ഞതിൻ്റെ അടുത്ത മാസത്തോട്ട് ചോദിച്ചു തുടങ്ങും, കുട്ടി എവിടെയാണ് ചോദിക്കോ ഇല്ലേ? ചോദിക്കും. അതായത് വിവാഹം കഴിഞ്ഞാലേ കുട്ടിക്ക് സ്ഥാനം ഉണ്ടാവുന്നുള്ളൂ എന്നല്ലേ? വിവാഹത്തിന് മുമ്പേ നീ എന്തടി പ്രസവിക്കാത്തെന്ന് ആരും ചോദിക്കാറില്ലല്ലോ, ചോദിക്കാറില്ല. ദാറ്റ് മീൻസ് വിവാഹത്തിന് അത്ര പ്രാധാന്യമുണ്ട് സെക്സുമായിട്ട് ഒരു പെണ്ണിന് എന്നുള്ളത് എഴുതി പഠിപ്പിച്ചാണ് നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ അവിടെ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന ഒരു സെന്റിമെന്റൽ ഇതുണ്ടല്ലോ ഇതിനകത്ത്, ഒരു ചെറുക്കനുമായിട്ടുള്ള, അവിടെയാണ് തുടങ്ങുന്നത്. പ്രണയം തുടങ്ങുമ്പോൾ വിവാഹം കഴിക്കാന്നുള്ള സാധനത്തിലാണ് പ്രണയം തുടങ്ങുന്നത്. പെണ്ണ് എന്നുണ്ടെങ്കിൽ എന്നെ ഇവൻ കല്യാണം കഴിച്ചോളും എന്ന് പറയുന്നതിലാണ് പ്രണയം തുടങ്ങുന്നത്. അല്ലാതെ സെക്സ് ചെയ്തിട്ട് നമുക്ക് പിരിയാന്ന് പറയുന്ന സാധനത്തിലല്ലോ സെക്സ് നടന്നത്. അങ്ങനെയാണ് ഒരു പ്രോബ്ലം ഇല്ല. അത് തെളിയിക്കുക. ഇതൊന്നും തെളിയിക്കപ്പെടുന്നില്ലെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടത്തില്ല. മനസ്സിലായില്ലേ? അതായത് മെജോറിറ്റി ഓഫ് ഇന്ത്യയിൽ നടന്ന കേസുകളും തെളിയിക്കപ്പെടാതെ തന്നെ ശിക്ഷിക്കപ്പെടാതെ പോയ കേസുകളാണ്. മെജോറിറ്റി ഈ പറയുന്ന വേടന്റെ കേസ് പോലെയുള്ള കേസുകൾ. അതൊരു ആരോപണമായി കൂടെ, നമുക്കറിയില്ലല്ലോ. ആരോപണമാവാം. അതായത് ഈ ഒരു കേസ് അയാൾ ചീറ്റിംഗ് ആണ് നടത്തിയതെങ്കിൽ, അതായത് വഞ്ചനയാണ്, അതായത് ഈ പറഞ്ഞ പോലെ വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവുന്നത്, പ്രണയത്തിലായിരിക്കുമ്പോൾ പ്രണയത്തിലാണ് സെക്ഷൽ അട്രാക്ഷൻ നടക്കുകയും ഇന്റർകോഴ്സ് നടക്കുകയും ചെയ്തു. അതിനെ പിന്നീട് വിവാഹം പരാതി ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അല്ല, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുമല്ലേ ഇവിടെ? അല്ല, പറയട്ടെ, പരാതി ഇല്ല. ഇപ്പൊ ഞാനും ഒരു സ്ത്രീ ഒരു വിവാഹ വാഗ്ദാനം ഞാൻ കല്യാണം കഴിക്കാമെന്നോ കഴിച്ചൂല്ലെന്നോ ഒക്കെ പറഞ്ഞ് ഞാൻ ഒരു പെണ്ണിനെ വയ്ക്കുക. അതിനുശേഷം ഞാൻ ഈ പെണ്ണിനെ ഒഴിവാക്കുന്നു വയ്ക്കുക. ആ പെണ്ണ് കേസ് കൊടുക്കുമ്പോഴാണല്ലോ ഈ സാധനം വരുന്നത്. അതിന് മുന്നേ ഇല്ലല്ലോ. ഇല്ല, അതിന് മുമ്പേ തർക്കമില്ല അല്ലേ? കേസ് കൊടുക്കുമ്പോൾ ആ പെണ്ണിന്റെ സൈഡിൽ നിന്നുള്ള സാധനമാണ് വരുന്നത്. ആ പെണ്ണ് എന്താണോ വിചാരിക്കുന്നത് ആ സാധനമാണ് വന്നത്. നമുക്കവിടെ റോളൊന്നും ഇല്ലല്ലോ. എനിക്ക് റോളില്ല. അവിടെയും എനിക്കൊരു ചെറിയ ഡൗട്ടാണ്. നമ്മള് ഈ പറഞ്ഞ പോലെ
ഏത് വ്യക്തികളാണെങ്കിലും ഇപ്പൊ പണ്ടായിരുന്നു കല്യാണം എന്ന് പറയുന്നത് പെണ്ണ് കണ്ട് കല്യാണം നടത്തി അതിനുശേഷമാണ് അവർ തമ്മിലൊരു ശരിക്കും വർത്താനം പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ നമ്മൾ ആളുകളുമായിട്ട് കുറച്ച് അതിന് തന്നെ ആപ്പുകളുണ്ട്, ഡേറ്റിംഗ് ആപ്പുകൾ വരെ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ കാണുമ്പോഴായിരിക്കും ചിലപ്പം ഒന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാവും എന്നറിയത്തില്ല, എനിക്കിവിടെ നിന്ന് പറയാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. ചെയ്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരും ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതെന്താ? കാരണം നാളെ അതിനൊരു പ്രശ്നം ഉണ്ടാവരുത്. അതെ, മനസ്സിലാവുന്നുണ്ടോ? കാരണം അതും നമ്മുടെ ഒരു പാട്ടാണ്. കുറച്ചും പറഞ്ഞ പോലെ ആഹാരം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് സെക്സ് ആണെന്ന് പറയുമ്പോൾ ഈവൻ എത്രത്തോളം നന്നായിട്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്യൂ എന്നുള്ളതാണ്. ബെഡിൽ നിന്ന് മാത്രമല്ല എല്ലാ കാര്യത്തിലും. സെക്സ് മീൻസ് എല്ലാം ബെഡാണെന്നല്ല, എല്ലാം റൊമാൻറ്റിക് പ്രണയം എല്ലാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ഒരു കോണ്ടസ്റ്റില് നമുക്ക് വിട്ടിട്ട് പോവാമല്ലോ. അപ്പോഴും പെണ്ണാണ് പരാതി കൊടുക്കുന്നത്. അതായത് ഇപ്പൊ വളരെ യുക്തിപരമായിട്ടുള്ളൊരു തോട്ടാണ് ശരണ്യ പറഞ്ഞത്. എനിക്കത് മനസ്സിലായി. ഈ യുക്തിപരമായിട്ടുള്ള തോട്ട് ഇല്ലാത്ത സ്ത്രീകളില്ലേ? ഉണ്ടോ? ഇല്ലേ? മെജോറിറ്റി ഉണ്ടെന്ന് ഞാൻ പറയും. കുലസ്ത്രീ എന്ന് ആരെ വിളിക്കുന്നു? ഇത്തരം അല്ല ഞാൻ പറയുന്നത് കുലസ്ത്രീ എന്ന്. ഞാൻ അങ്ങനെ ആരെയും വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. കുലസ്ത്രീ എന്ന് വിളിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലയോ? പവിത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടോ ഇല്ലയോ? ഇതിനെയൊക്കെ വളരെ പവിത്രമായിട്ട് കാണും. അപ്പൊ അങ്ങനെ മെജോറിറ്റി ഓഫ് ഒരു ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇനി ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരല്ലേ ഇവിടെ ഉള്ളൂ, അല്ലേ? ഇനി ഞാനും ശരണ്യയും ഈ തോട്ട് എനിക്കും ശരണ്യക്കും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് മറ്റേ ആളിങ്ങനെ ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ നിരീശ്വരവാദിയാണ് നിങ്ങളെല്ലാം വിശ്വസിക്കണം എന്ന് പറഞ്ഞ പോലെ സെയിം ഇതല്ലേ, സെയിം സാധനമല്ലേ? അപ്പോഴാണ് ഞാൻ വിശ്വാസി പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നത്. ഞാൻ വിശ്വാസത്തെ പറഞ്ഞത്. ഇവിടെ ഞാൻ വേടനല്ല പറയുന്നത്, നിയമത്തെയാണ് പറയുന്നത്. ആ സ്ത്രീയുടെ കൂടെയല്ല ഞാൻ. തെളിവുണ്ടെങ്കിൽ മാത്രമേ ശിക്ഷ നടക്കൂ. അത് ശിക്ഷ നടക്കുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പോലും ഞാൻ ചോദിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനൊരു സാധ്യതയുണ്ട്. ഞാൻ ഈ കുറച്ചും പറഞ്ഞ പോലെ നമ്മളത് നോക്കിയിട്ട് നമുക്ക് ചിലപ്പം നമ്മളായിരിക്കാം ഏറ്റവും ടോക്സിക്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളായിരിക്കാം. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി, നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഇറങ്ങിപ്പോവാൻ ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്ന കാലയളവിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം നമ്മൾ അവരെ സ്നേഹിച്ചതാണ്. ആ സ്നേഹിക്കുമ്പോൾ നമുക്കറിയാം ഇവർക്ക് എന്തൊക്കെ ദൗർബല്യങ്ങളുണ്ട് എന്നുള്ളത്. അതിനുശേഷം പക പോക്കാൻ എന്ന രീതിയിൽ പിന്നീട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് മാത്രമാണ് എന്ന് വെച്ചാൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഉള്ളവരെ കുറ്റപ്പെടുത്തിയതല്ല. ഞാൻ അവരെ പരിചയപ്പെടുത്തപ്പെടാത്തിടത്തോളം അല്ല അവരോട് സംസാരിക്കാത്തിടത്തോളം കാലം എന്നെ സംബന്ധിച്ച് അതായിരിക്കാം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പോലും സ്ത്രീക്ക് ഈ പറഞ്ഞ കുലസ്ത്രീ ഉണ്ടല്ലോ, അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നാണക്കേടില്ല ഇത് പുറത്തു പറയാൻ, ഞങ്ങൾ കുലസ്ത്രീകളാണ്, ഞങ്ങളിത് മറച്ചു വെച്ചേനെ എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾ മറച്ചു വെച്ചേനെ, ഞങ്ങൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങളിത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പോലും ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ ഒരാളെ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് ആരോട് കേസ് കൊടുത്തിട്ട് ഈ ഒരു കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു അല്ലാത്തൊരു ആരോപണം നമുക്ക് പറയാൻ പറ്റും? നമ്മൾ അവരെ സ്നേഹിച്ചു എന്ന് പറയുന്നത് അപ്പം ശരിയാണോ? അല്ല, അതാണ് പറഞ്ഞത് മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആയിപ്പോയി എന്നുള്ളത്. അവിടെയാണ് അതിൻ്റെ ശരിയാവുന്നത്. അയാൾ തിരിച്ച് കല്യാണം കഴിക്കാനൊന്നും വിളിക്കുകയല്ലല്ലോ ഇവർ. ഇപ്പം ഞാനും ശരണ്യയും കൂടെ ഞാൻ വിവാഹ വാഗ്ദാനം നൽകി ശരണ്യനെ ഫിക്സ് ചെയ്തു എന്ന് വയ്ക്കുക. ശരണ്യ കൊണ്ട് കേസ് കൊടുത്തു, ഞാൻ കളഞ്ഞിട്ട് പോയി. ശരണ്യ കൊണ്ട് കേസ് കൊടുത്തു. എന്തിനാ കേസ് കൊടുക്കുന്നത്? ഞാൻ വന്ന് കല്യാണം കഴിക്കണം അല്ല, മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഞാൻ ശരീരം ഉപയോഗിച്ചതുകൊണ്ടാണ് കേസ് കൊടുക്കുന്നത്. അവിടെയാണ് പോയിന്റ്. അല്ലാതെ തിരിച്ചെന്നെ കിട്ടാണെന്നല്ല. അപ്പൊ ഇത് പുരുഷന്മാർക്ക് നിലനിൽക്കത്തില്ലേ? നിലനിൽക്കാൻ എന്ത് പറ്റി? റേപ്പ് എന്ന് പറഞ്ഞ ടേം നിലനിൽക്കത്തില്ല. അത് ഇന്ത്യയിൽ നിലനിൽക്കത്തില്ല. കാരണം സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞ് നിലനിൽക്കും. അത് ഇതുവരെ ഒരു കേസായിട്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു. അതിന് ആണുങ്ങളോണ്ട് കൊടുക്കണം. അപ്പോഴല്ലേ അറിയാൻ പറ്റൂ. എന്താ കൊടുക്കാൻ തയ്യാറാവാത്തത്? കിട്ടിയതുകൊണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വേടന്റെ കേസ് നമുക്ക് എടുക്കാം. ഞാൻ വേടന്റെ ഓപ്പോസിറ്റ് ഒന്നും പറയുന്ന ആളൊന്നുമല്ല. ഇപ്പൊ നമുക്ക് വേടനെ എടുത്ത് എക്സാമ്പിൾ ചെയ്യാൻ പറ്റും നല്ലതായിട്ട്. അല്ല, നമുക്ക് ഈ കാര്യത്തിൽ വേടനെ എക്സാമ്പിൾ ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞത്. വേടന്റെ കേസ് വന്ന സമയത്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, വേടൻ ഒരു റേപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് വേടനെയൊക്കെ തെറി വിളിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. മെജോറിറ്റി ഓഫ് ആ പെണ്ണിനെ കുറ്റം പറയുന്ന ആൾക്കാരാണ് ഉള്ളത്, അല്ലേ? മെജോറിറ്റി അങ്ങനെയാണ് വരുന്നത്. ഞാൻ വന്നാലും ആ സ്ഥാനത്ത് ഞാൻ വന്നാലും എന്നെ തെറി വിളിക്കുന്നതിന് കുറവായിരിക്കും. ഞാൻ ഹീറോ ആയിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. അവൻ ചെയ്തല്ലോ എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള പ്രിവിലേജ് ഒന്നും ഇന്ത്യയിലില്ല. ഒരുപാട് സെക്സ് ചെയ്ത പെണ്ണെന്ന് പറഞ്ഞ് പാടി പൊഴുത്തി നടക്കുന്ന ഏത് പെണ്ണാണുള്ളത് ഇന്ത്യയിൽ? കളിയാക്കുന്ന ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പെണ്ണും തയ്യാറാവുകയൊന്നുമില്ല. പെട്ടെന്ന് വന്നിട്ട് എന്നെ ഇവൻ റേപ്പ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി ഒരു പെണ്ണും തയ്യാറാവത്തില്ല.
എന്തുകൊണ്ട് തയ്യാറാകത്തില്ല എന്ന് ഒളിച്ചു വയ്ക്കുന്ന കാര്യം ഇതുകൊണ്ടാണ്. അവൾ കൂടുതൽ ഷെയിം ചെയ്യപ്പെടുന്നുകൊണ്ടാണ്. കോടതി വിധിക്കും മുമ്പ് അവളെ നമ്മൾ വിധിക്കുന്നതുകൊണ്ടാണ്. കോടതി മാത്രമേ വിധിക്കാവൂ. അക്യൂസ്ഡ് ആണ് വേടൻ. വേടൻ കുറ്റവാളിയല്ല, അക്യൂസ്ഡ് ആരോപിതനാണ്. അക്യൂസ്ഡ് ആണ്. അപ്പൊ കുറ്റവാളി നമ്മളാക്കാൻ പാടില്ല വേടനെ. അവിടെ ആ പെണ്ണ് തെളിവ് കൊണ്ട് കൊടുക്കുന്നു. വേടൻ വാ മൂടി നിന്നാ മതിയെന്ന്. കോടതിയിൽ വേടൻ വാ മൂടി നിന്നാ മതി. അവിടെ തെളിവ് കൊടുത്താലേ ശിക്ഷിക്കാൻ പറ്റൂ. ബാക്കിയൊക്കെ ന്യൂസുകാരുണ്ടാക്കുന്നതായിരിക്കാം. ഇന്ത്യയിൽ അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ തെളിവുകളിലാണല്ലോ നമ്മളുടെ ഒരു തെളിവ് മാത്രമേ എടുക്കൂ. സത്യവും നുണയൊന്നും പറഞ്ഞ സാധനമൊന്നും ഇല്ല. എന്റെ അനുഭവം ഒന്നും പറഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു ചുമ്മാ ഒരു ചോദ്യമാണ്, തള്ളിക്കളയാം. ഇപ്പം ഈ തെളിവുകൾ പറയുന്നുണ്ട്, ഇവർ പറയുന്നുണ്ട്, അതിപ്പോൾ ഏത് കേസിലാണെങ്കിലും ചാറ്റുകൾ പുറത്തു വിടും. ഇപ്പം തന്നെ രാഹുലിൻ്റെ വിഷയത്തിൽ ചാറ്റുകൾ പുറത്തു വന്നു. പക്ഷെ ഒരിക്കലും രാഹുൽ ചാറ്റ് ചെയ്തതേ പുറത്തു വന്നിട്ടുള്ളൂ. ആ ചാറ്റുകൾ പുറത്തു വന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പുറത്തുനിന്നുള്ള ചാറ്റുകൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അത് ഇൻ കേസ് വേടൻ്റെ ആണെങ്കിലും ചാറ്റുകൾ പുറത്തു വന്നത്. ഇപ്പം വേടൻ്റെ കേസിൽ ചാറ്റുകളാണ് തെളിവുകൾ കൊടുത്തത്. രാഹുൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ കേസിൽ ആരാ ചാറ്റ് പുറത്തു വിട്ട? പുള്ളിയാ? അല്ല, ഈ സ്ത്രീകളാണല്ലോ ചാറ്റുകളും വോയിസ് കോളുകളും പുറത്തു വിട്ടത്. പുറത്തു വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ സോഷ്യൽ മീഡിയ വഴി ന്യൂസ് ചാനലുകൾക്ക് കൊടുത്തിരുന്നല്ലോ, വോയിസ് ഒക്കെ കിട്ടിയില്ല. കേസ് കൊടുക്കാതെ കേസ് കൊടുത്തിട്ടോ? കേസ് കൊടുത്തിട്ട് അല്ല കേസ് കൊടുത്തിട്ടില്ല. കേസ് കൊടുക്കുന്നതിന് മുന്നേ ഗർഭിണിയാക്കിയതിൻ്റെ ഒരു വോയിസ് റെക്കോർഡർ ഭയങ്കരമായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവർ തിരിച്ച് ഈ റെക്കോർഡുകൾ അല്ലെങ്കിൽ ഇവരാണ് ആദ്യം ഞങ്ങളോട് ചാറ്റ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞൊരു തെളിവ് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. എന്താണേലും രണ്ടിടത്തും ഉണ്ടാവുമല്ലോ. ആ തെളിവുകൾ നമ്മൾ പബ്ലിക്കായിട്ട് ഇടണോ, അതോ ഇത് ഡയറക്റ്റായിട്ട് കോർട്ടിലാണോ പ്രൊഡ്യൂസ്? നമ്മൾ ഏത് സാധനം എഴുതാലും, അതായത് ഇപ്പോൾ വേടൻ്റെ കേസ്, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ പുള്ളിയുടെ കേസ്, അല്ലെങ്കിൽ വേറെ ഏത് കേസായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ബസ്സിനകത്തിരുന്നിട്ട് ഒരാൾ ഇങ്ങനെ നോക്കുന്നു, സാരിയിൽ നോക്കുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ വന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വീഡിയോകളും അയാളുടെ ഫേസ് കാണിക്കുന്നുണ്ട് അല്ലേ? രാഹുലിൻ്റെ ഫേസ് ചാനലിൽ നമ്മളെല്ലാം ഒക്കെ എടുത്തിടൂലേ? അങ്ങനെ ഇടാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ത്യയിൽ ഒരാളെ കുറ്റവാളിയാക്കാനായിട്ട് കോടതിക്ക് മാത്രമേ പറ്റൂ, നമുക്ക് പറ്റില്ല. അക്യൂസ്ഡിൻ്റെ ഫേസോ അഡ്രസ്സോ പറയാൻ പാടില്ല, ഇന്ത്യൻ നിയമമാണ്. ചാനലുകൾക്കും പാടില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കേസ് കൊടുക്കാൻ പറ്റും. ആരാണോ ഇട്ടത് അവർക്ക് മിക്കവാറും 2-3 വർഷം അകത്ത് കിടക്കേണ്ടി വരും. ആ പെൺകുട്ടിയില്ലേ ബസ്സിനകത്തിരുന്ന് ഷൂട്ട് ചെയ്തിട്ടില്ലേ, ആ പെൺകുട്ടി കേസ് കൊടുത്തു അല്ലേ? അന്ന് കേസ് കൊടുത്തെന്ന് പറഞ്ഞില്ലായിരുന്നു? കേസ് കൊടുത്തു. ആ പെൺകുട്ടിക്ക് ഹാജരാക്കാനുള്ളത് ഈ വീഡിയോ അവിടെയാണ്, പോലീസിനാണ് ഏൽപ്പിക്കാനുള്ളത്. സോഷ്യൽ മീഡിയ ഇടുന്നെങ്കിൽ അയാളെ മുഖം ബ്ലർ ചെയ്യണമായിരുന്നു. കാര്യം അയാളെ കുറ്റക്കാരനായിട്ടാണ് കാണിക്കുന്നത്. കുറ്റക്കാരനായിട്ട് കാണിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പെൺകുട്ടിയും 2 വർഷം അകത്ത് കിടക്കേണ്ടി വരും. ഓൾറെഡി ഈ കേസിൽ അയാൾ പ്രതിയാണ്, ശിക്ഷിക്കപ്പെട്ടാലും ഈ പെൺകുട്ടിയെ അകത്ത് കിടക്കേണ്ടി വരും ഇന്ത്യയിൽ. അയാൾ കേസ് കൊടുത്താൽ അയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞ ഇതാണ്, ഒരാളിനെ കുറ്റവാളിയാക്കാനായിട്ട് കോടതിക്കേ പറ്റൂ, നമുക്ക് പറ്റില്ല. അല്ല, ഇപ്പൊ ഈ ചാറ്റുകൾ പുറത്തു വിടാനും പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ന്യൂസുകാരിങ്ങനെ കൊണ്ടുവരുന്നു, പിന്നെ അത് പോകുന്നു, പിന്നെ അല്ലേ അവർക്ക് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വല്ല വേറെ എന്തെങ്കിലും ഇതൊക്കെ കാണുമായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, കൺസെന്റ് വഴി പോകുന്ന ഒരാളുമായിട്ടല്ലേ ചോദിക്കുന്നു, ആണോ? അല്ല. അതിൽ 2-3 കാര്യം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ കല്യാണമാണ്. അല്ലല്ല, ഇത് ഞാൻ പറഞ്ഞു, ഈ കളി ചോദിക്കുന്ന സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നേരിട്ട് ചോദിക്കുന്ന കാര്യമില്ലേ പറയുന്നത്. ഒരു സ്ത്രീ ഇതെങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. യെസ് ഓർ നോ കേട്ടിട്ടില്ലേ? ഞാൻ ഇപ്പോൾ ശരണ്യ എടുത്ത് കളി ചോദിക്കുന്നു, ശരണ്യക്ക് യെസ് ഓർ നോ പറഞ്ഞു പോവാ അല്ലേ? ഏതാ ശരി? അതായത് ശരണ്യ എൻ്റെ മുഖത്തടിക്കും, ശരണ്യക്ക് യെസ് പറയാം, ശരണ്യക്ക് നോ പറയാം, ശരണ്യക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് തന്നെ അടിക്കാം, ശരണ്യക്ക് കേസ് കൊടുക്കാം അല്ലേ, തന്തയ്ക്ക് വിളിക്കാം, തള്ളയ്ക്ക് വിളിക്കാം. ഇതിൽ ഏതാ ശരി? മീറ്റു എഴുതാം അല്ല, മീറ്റു എഴുതാം. ഇതിൽ ഏതാ ശരി? ഇത്രയും ഞാൻ പറഞ്ഞു, ഇല്ലേ ഏതാ ശരി? ഞാനെന്നൊരു വ്യക്തിയാണെങ്കിൽ സോറി, താല്പര്യമില്ല, അല്ലെങ്കിൽ അതാണ് ശരി. താല്പര്യമുള്ളതാണെങ്കിൽ ഓക്കെ, അതാണ് ശരി. വേറൊരു പെൺകുട്ടി വേറൊരു സാധനം, വേറൊരു പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ആര് എന്താണ് ചെയ്യുന്നോ അതാണ് ശരി. എന്തുകൊണ്ടെന്നാൽ ഞാനാണ് ചോദിച്ചത്, ഞാൻ പ്രതീക്ഷിക്കുന്ന ആൻസർ അല്ലല്ലോ ഒരു സ്ത്രീ തരാണോ. ആ സ്ത്രീ ജനിച്ചു വളർന്ന സമൂഹത്തിൽ അവൾ ജനിച്ചു വളർന്ന ഒരു അവയർനെസ്സിലായിരിക്കും അവൾ മറുപടി തരുന്നത്. ചിലപ്പോൾ അവൾ കേസ് കൊടുക്കും, ചിലപ്പോൾ അവൾ തന്തയ്ക്ക് വിളിക്കും, ചിലപ്പോൾ അവൾ വീട്ടുകാരെ വിളിച്ചിരുന്ന് അടിക്കും,
അവള് ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നാണ് ആ പ്രതികരണം ഉണ്ടാവുന്നത്. അവള് കളി നമ്മൾ ചോദിക്കാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല. ശരണ്യെത്തി അല്ലേ, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കാനായിട്ട് എങ്ങനെ മാനസികാവസ്ഥ എനിക്ക് വന്നത്? അപ്പൊ ഈ ഇത് സാധനം കൺസെന്റ് ആരുടെ ചോദിക്കുന്നതാണ് അടുത്തത്. മറ്റേത് വഴി പോണ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോഴുള്ള ആൻസർ ആണല്ലോ. മറ്റേന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ഇടപഴകി പരിചയമുള്ള ഒരാളുമായിട്ട് ഉള്ള സാധനമല്ലേ അത്. പ്രണയമാണെങ്കിൽ പ്രണയമാണെങ്കിൽ അവിടെ കല്യാണ വിവാഹ വാഗ്ദാനം ഒന്നും ഇല്ല. പ്രണയത്തിലുണ്ടോ? ഇല്ല. രണ്ടുപേരും പ്രണയം തുടങ്ങിയില്ലേ? അവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവുകയാണ്. അവർ തമ്മിൽ ചിലപ്പോൾ ഒന്നും പറയാതെ തന്നെ അവിടെ എത്തും. ഇപ്പൊ ഹസ്ബൻഡും വൈഫും അങ്ങനെയാണ്, അവിടെ കൺസെന്റ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ചില ദിവസങ്ങളിൽ അവളെ സെക്സുമായിട്ട് ചെല്ലുമ്പോൾ അവള് തടുക്കും, ചെയ്യത്തില്ല. ചിലപ്പോൾ ഞാനും എനിക്കും താല്പര്യം കാണത്തില്ല, അങ്ങനെ ഉണ്ടാവും. അല്ല, ഈ അപ്പൊ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ പോലും ഈ കൺസെന്റിന്റെ ഒരു ഇതിൽ പറയാറുണ്ട്. ഒരാളുടെ ഒരു മീറ്റൂല് ഞാൻ വായിച്ചതായിരുന്നു. അതായത് ഇന്റർകോഴ്സ് തുടങ്ങിയിട്ടില്ല, ഫോർപ്ലേ ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്റർകോഴ്സിന് പെർമിഷൻ ചോദിച്ചില്ല എന്ന്. മനസ്സിലായല്ലോ? അത് മീറ്റു ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ആ സ്ത്രീ കറക്റ്റ് ആണ്. ആ സ്ത്രീയുടെ അഭിപ്രായത്തിൽ കറക്റ്റ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഇതാക്കാൻ പറ്റും? നമുക്ക് വേണ്ട, ആ സ്ത്രീ കറക്റ്റ് ആണെന്ന് പറഞ്ഞു. ആണോ? അല്ലാതെ ഒന്ന് പറഞ്ഞുതരാമോ? അതായത് ഒരാള് അതെ, ആ സ്ത്രീ ആ ലെവലിലുള്ള സ്ത്രീയാണെന്ന്. ആ സ്ത്രീ ആ പുരുഷനുമായിട്ട് ആ ലെവലിൽ നിൽക്കുന്നതാണ്. അല്ല, സ്ഥിരമായിട്ട് അങ്ങനെയുള്ള സ്ത്രീയാണ്. അയാൾ ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ. അവരങ്ങനെയുള്ള ക്യാരക്ടർ ആയിരുന്നു. അത് അയാൾക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് അവർ അത് പറയുന്നത്. ഇപ്പം ഞാനും എൻ്റെ വൈഫും തമ്മിൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വൈഫ് കിടക്കുന്നു, നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാമല്ലോ, നമ്മൾ കെട്ടിപ്പിടിക്കുന്നു, തടവുന്നു. ആ തടവം തട്ടി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയില്ലേ, ഇന്ന് വേണ്ടെന്നുള്ള മനസ്സിലാക്കിയില്ലേ? എക്സാക്ട്ലി മീറ്റു എന്ന് പറയുന്നത് ഇന്റർകോഴ്സ് വരെ പോയില്ല. അതാണ് ഇന്റർകോഴ്സ്, അതാണ് ഞാൻ പറയുന്നത്. ആ സ്ത്രീക്ക് ചിലപ്പോൾ അത്രയും ഇന്റർകോഴ്സ് വരെ സമ്മതിച്ചു. അത് കഴിഞ്ഞപ്പോൾ മൂഡ് ചേഞ്ച് ആയപ്പോൾ അപ്പോഴും നോ തന്നെയാണ്. എപ്പോഴും നോ തന്നെയാണ്. അത് ചോദിക്കണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, അവര് നോ പറഞ്ഞു, അവര് തട്ടി മാറ്റി എന്തെങ്കിലും ചെയ്യുമല്ലോ, ചോദിക്കൊന്നും വേണ്ട. അത് അവിടെ ചോദിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതും ചോദിക്കണം. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ ആ തീരുമാനം എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് വേണ്ടി വരും. ഓക്കെ, കാര്യം ഞാൻ പറഞ്ഞില്ല, അത് മൊത്തം വായിച്ചാലേ എനിക്ക് മനസ്സിലാവും ആ സ്ത്രീ എന്താണ് ഉദ്ദേശിക്കുന്നത്. അല്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്താണെങ്കിലും ചേട്ടൻ്റെ ആ വാചകങ്ങൾ എനിക്ക് കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ല ചേട്ടൻ. ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുകയും ചെയ്തിരുന്നു, ചേട്ടാ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും എൻ്റെ വികാരങ്ങളായിരിക്കാം ചിലപ്പം. എനിക്കൊരു പക്ഷേ അപ്പുറത്തുള്ള ആളെ എനിക്ക് കുറച്ച് പേഴ്സണലി അറിയുന്നതുകൊണ്ട് എൻ്റെ വികാരങ്ങളായിരിക്കും എന്നെ ഡ്രൈവ് ചെയ്തത്. ഓഫ് കോഴ്സ് അങ്ങനെ നമുക്ക് അറിയാവുന്ന വ്യക്തി ഇങ്ങനെ ചെയ്യില്ലെന്ന് നമുക്കറിയായിരിക്കും. അതിന്റെ തെളിവുകളാണ് കോടതിക്ക് വേണ്ടത്. തീർച്ചയായും. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഒരു നല്ല മനുഷ്യനുണ്ടല്ലോ, ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല പാർട്ട്ണർ അല്ലായിരിക്കും. ഇപ്പൊ നമ്മളുടെ മുമ്പ് ഇരിക്കുന്നൊരു നല്ല മനുഷ്യനായിരിക്കും, അയാൾ നല്ല പാർട്ട്ണർ അല്ലായിരിക്കാം. ആ പാർട്ട്ണർ ആരും ഇപ്പൊ ഡിവോഴ്സ് കേസുകളിൽ നിങ്ങൾ എടുത്ത് നോക്കിയോ, നല്ല മനുഷ്യന്മാരായിരിക്കും ഡിവോഴ്സ് ചെയ്യുന്ന രണ്ടുപേരും. അവർ തമ്മിൽ അവിടെ ഒരുമിച്ച് പോകുന്നില്ലെന്നല്ലേ ഉള്ളൂ. അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അല്ലാതെ രണ്ടുപേരും നല്ല വ്യക്തികളല്ലേ, അവർ അത്രയും നാൾ നല്ല വ്യക്തികളായിട്ട് വരുന്നു, അവർ പിരിഞ്ഞ ശേഷം നല്ല വ്യക്തികളായിട്ട് ജീവിക്കുന്ന സമൂഹത്തിൽ അവർ അവർക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ല. എന്തെങ്കിലും കാരണങ്ങൾ കാണും, അത് നമുക്കറിയില്ല. ചേട്ടാ, നമ്മൾ കുറച്ച് മുന്നേ നമുക്ക് മാനവികതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ നടത്തിയാലും ചേട്ടൻ എന്നോട് കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒരു ഇത് എങ്ങനെയാണ് ആ ഒരു വിഷയത്തിൽ? എനിക്ക് വിഷയത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് മെഡിസിൻ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇത് ഇല്ലാതിരിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ നിൽക്കും. ഇത് നശിപ്പിക്കുന്നവരുടെ കൂടെ ഞാൻ നിൽക്കാറില്ല. അതായത് വർഷങ്ങളായിട്ട് അവിടെ ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാലസ്തീനികൾക്കാണ്. അപ്പോൾ അവരുടെ ഒപ്പം എനിക്ക് നിൽക്കാൻ പറ്റും, ഇത് നശിപ്പിക്കുന്നവരുടെ ഒപ്പം നിൽക്കാൻ പറ്റും. അപ്പോഴും തിരിച്ച് അറ്റാക്ക് ഉണ്ടല്ലോ, അവിടെയും ഇതേ രീതിയിൽ തന്നെ സംഭവിക്കുന്നില്ലേ? ഓഫ് കോഴ്സ് ഉണ്ടാവും. ഇതേ രീതിയില്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇതേ രീതിയിൽ ഞാൻ പറയത്തില്ല, വ്യത്യാസമാണത്. ഇതേ രീതിയിൽ സംഭവിക്കുകയാണ്. അല്ല, എനിക്ക് ഇന്നലെ ഒരു വോയിസ് ഓവർ ഇങ്ങനെയാണ് കിട്ടിയത്, ഇതേ രീതിയിലാണ്. അല്ലല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇരുന്നിട്ട് പാലസ്തീൻ അനുകൂലികൾ എന്ന് പറയുന്നത്? അതെന്താ കേരളത്തിൽ ഇരുന്നിട്ടെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇരുന്നിട്ട് അങ്ങനെ പറയാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയൊക്കെയാണ് എനിക്ക് വോയിസ് വന്നത്. അങ്ങനെയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ കാണുന്ന പോലെയല്ല, ഇസ്രായേൽ എപ്പോൾ തോക്ക് താഴെ ഇടുന്നോ അപ്പോൾ അവരുടെ രാജ്യമില്ലാണ്ടാവും, ഈ ഹമാസ് അങ്ങനെ വെറുതെ ഇരിക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞ എന്നെ ചട്ടം പഠിപ്പിക്കുന്നു. അല്ല, അതിൽ എനിക്ക് അത്ര യോജിപ്പില്ല. അതായത്
ഈ ഹമാസ് എനിക്ക് തോന്നുന്നു 1987 അങ്ങനെ എന്തോണ് ഹമാസ് രൂപപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഒരു അവയർനെസ്സിൽ അങ്ങനെയാണ്. അതിന് മുന്നേ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിന് മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു അറിയാമോ? അതായത് 47 തുടങ്ങി 87 വരെ ഇവർക്ക് വീടുകളിൽ നിന്ന് ഇവരെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. വീടുകളെല്ലാം ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഫലസ്തീൻകാർ അവരുടെ ഫ്ലാഗ് ഇല്ലേ, ഫ്ലാഗ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെയാണ് അല്ലോ അവർ ഈ പറയുന്ന വാട്ടർ മെലോൺ ഉപയോഗിക്കുന്ന, അറിയാമോ അത്? ഇല്ല. ഈ വാട്ടർ മെലോണിൽ ഈ ഫലസ്തീൻ്റെ പതാകയുടെ കളറുകളുണ്ട്. അതുകൊണ്ടാണ് ഈ വാട്ടർ മെലോൺ ലോകം മൊത്തം ഉപയോഗിക്കുന്നത് ഈ ഫലസ്തീൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇനിയൊരു സാധനം കൂടെ അവർ ഉപയോഗിക്കും, കീ ആണത്, ചാവി കീ എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാം? അവരെ വീടുകളിൽ നിന്ന് അവരെ ഇറക്കി വിട്ടിട്ട് അവിടെ അവർ വീടുകൾ അവരെടുത്തു. ഇസ്രായേൽ ഇറക്കി വിടുകയാണ് വീടുകളിൽ നിന്നൊക്കെ. ഈ വീടുകളിൽ എന്തെങ്കിലും തിരിച്ചു പോകാൻ പറ്റുന്ന അവർ കീ ഒരു അടയാളമായിട്ട് കൊണ്ട് നടക്കുകയാണ്. ആലോചിച്ച് നോക്കി നിങ്ങളൊന്ന്. ഇപ്പോഴും അവർ ആ കീയും കൊണ്ട് നടക്കുകയാണെന്നുള്ള അതിൻ്റെ സിമ്പൽ ആൾക്കാർ ഉപയോഗിക്കുക, കീ. അപ്പോൾ ഈ ഹമാസ് രൂപപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ ഇതാണെങ്കിൽ, ഹമാസ് ഇല്ലെങ്കിൽ ഇവരെന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഹമാസിനെ നമ്മളൊരു ഫ്രീഡം ഫൈറ്റേഴ്സായിട്ടല്ലേ കാണുള്ളൂ. കുറച്ച് ആൾക്കാർ അവരെ തീവ്രവാദിയായിട്ട് കാണുന്നു, കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഫ്രീഡം ഫൈറ്റേഴ്സ്, അവരെ ഫ്രീഡം ഫൈറ്റേഴ്സായിട്ടാണ് കാണുന്നത്. ഇനി അവർ ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, അവർ മനുഷ്യ ബോംബായിട്ട് മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ശരിയാണോ എന്നുള്ളൊരു ഇത് വരും. പക്ഷേ നമ്മൾ ഇന്ത്യൻ സിനിമയിലോട്ട് മനുഷ്യ ബോംബിനെ കൈയടിച്ചവരാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ സിനിമയിലുണ്ട് ഇത് അല്ലേ? പാകിസ്ഥാനെതിരെ കാണിക്കുമ്പോൾ മനുഷ്യ ബോംബ് കെട്ടിവെച്ച് ഇത് സാധനമല്ലേ മനുഷ്യ ബോംബെന്ന് പറയുന്നത്? അത് തന്നെയല്ലേ ആൾക്കാരെ ഉപയോഗിക്കുന്നതല്ലേ പറയുന്നു. അവരുടെ ഈ പറയുന്ന ഇത്രയും ക്രൂരതകൾ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുമല്ലോ അത്രയും ഓപ്പോസിറ്റ് സൈഡ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഒക്ടോബർ 7 സംഭവിച്ച 2 വർഷമായപ്പോൾ ആ ഭീകരതയാണ് എല്ലാവരും എടുത്തു പറയുന്നത്, ഹമാസിന്റെ ഭീകരതയായിട്ട്. അതെ ഒക്ടോബർ 7 അതിനെ എങ്ങനെയാണ് അപ്പൊ ചേട്ടൻ നോക്കി കാണുന്നത്? അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടായി വരാനുള്ള കാരണം തന്നെ ഈ ഓപ്പോസിറ്റ് ഇവരുടെ ഇതാണ്, പ്രവർത്തികളാണ്. ഓക്കെ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് രവിചന്ദ്രൻ സി ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ മനുഷ്യപക്ഷമാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എനിക്ക് മാനവികത എത്രയുണ്ടെന്ന് അറിയത്തില്ല, മനുഷ്യപക്ഷം. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എവിടെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു, എനിക്ക് യുദ്ധമേ വേണ്ട, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ഇറക്കപ്പെടുക, അതായത് ഈ ഭൂമി എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അല്ല, നമ്മൾ യുദ്ധം വേണ്ടെന്ന് പറയുന്ന സിറ്റുവേഷനിൽ അവിടെ ഇപ്പോൾ പറയാൻ പറ്റില്ല, അവിടെ യുദ്ധം ഉണ്ടല്ലോ. അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. നമ്മൾ യുദ്ധം ഉള്ളതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം എനിക്ക് യുദ്ധം ഇഷ്ടമല്ലെന്ന് പറയുന്ന സാധനത്തിൽ എനിക്ക് യോജിപ്പില്ല. കാര്യം അവിടെ യുദ്ധം ഉണ്ട്, നമ്മളതിനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടെ യുദ്ധമുണ്ട്, അവിടെ ആൾക്കാർ മരിക്കുന്നുണ്ട്, പിള്ളേർക്ക് ആഹാരം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ കണ്ണടച്ചിരിക്കാം, ഇങ്ങനെ ഇരിക്കാം. ഓക്കെ ചേട്ടാ, ഞാൻ അതിൽ പറയാൻ വന്ന പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ വേറെ രാജ്യങ്ങളുടെ ഇത് കൊണ്ടുവരും. ഈ ഫലസ്തീൻ വിഷയം പറയുമ്പോൾ വേറെ രാജ്യങ്ങൾ, കോങ്കോ, ആഫ്രിക്ക, അവിടെയൊക്കെ പട്ടിണിയും അവിടെയെല്ലാം യുദ്ധങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ അല്ലേ? അങ്ങനെ വരത്തില്ലേ? ഇത് അതുമായിട്ട് ബന്ധമില്ലാത്തൊരു സാധനമാണ്. കാര്യം ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് ആൾക്കാർ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ഇവരെ സപ്പോർട്ട് ചെയ്യാത്തതാണ്. മെജോറിറ്റി ഓഫ് രാജ്യങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തിരിയെങ്കിലും വിവേകമൊക്കെ ഉള്ള ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വിവേകമുള്ള ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും സപ്പോർട്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരാൾ വന്നൊരു ഡയലോഗാണ് എന്നോട്, കാശ്മീരിൽ ഡ്രസ്സ് അഴിച്ച് നോക്കിയിട്ട് വെടിവെച്ച് കൊന്നു മറ്റേ ടൂറിസ്റ്റുകളെ, അത് കൊന്നപ്പം മിണ്ടാണ്ടിരുന്ന നീയൊക്കെ അപ്പുറേ കിടക്കുന്ന പലസ്തീനെ പോയി സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടാണ് കമന്റ്. ഇത് രണ്ടും രണ്ട് കോണ്ടസ്റ്റ് ആണെന്ന്. ഇത് രണ്ടും രണ്ടാണ്. അതിനെ നമ്മൾ പറയും, ഇതിനെ നമ്മൾ പറയും. ഇതിനെ നമ്മൾ പറഞ്ഞില്ലെന്ന് ഇവരെങ്ങനെ അറിയുന്നു? ഇതെല്ലാം ഒരാൾക്കാരാണ് പറയാനുള്ളത്. അപ്പോൾ ഇവർ ഇപ്പോൾ ഒരു ബോംബ് വന്ന് ഇസ്രായേലിൽ വീഴുന്നു നിൽക്കുക, ഇനി അതിനകത്ത് ഏത് കുട്ടികളാണ് മരിച്ചതെന്ന് നോക്കിയിട്ടാണ് വിഷമിക്കാനുള്ളത്? അങ്ങനെയൊന്നും അല്ലല്ലേ. ചേട്ടൻ ഓർക്കുന്നുണ്ടോ ഐലൻഡ് കുർദി എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ മറ്റേ കടൽ തീരത്ത് മരിച്ചു കിടന്നത്? ഇതുപോലെ തന്നെ യുദ്ധം നടന്നെടുക്കുന്ന പലായനം ചെയ്തിട്ട് പിന്നെ ഇല്ലേ ഐലൻഡ് കുർദി, നമ്മൾ ഈ ലോകം മൊത്തം നമ്മൾ ഇത് ചെയ്തതാണ്. ആ കുട്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വെള്ളത്തിനകത്ത് ഇങ്ങനെ കമന്ന് കിടക്കുന്ന ഒരു ചിത്രമാണല്ലോ, പരിക്കുകളില്ല. പക്ഷെ നമ്മൾ ഈ ഗാസയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ചിത്രങ്ങളെല്ലാം തന്നെ ഭയങ്കര നെഞ്ചു പെടയുന്ന ഒരു. അപ്പം ഇത് ഈ ലോകത്തിനോട് നമുക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവണില്ല. നമ്മൾ അപ്പോഴും മുസ്ലിം അനുകൂലികളാവുകയാണ്. സഡൻലി നമ്മൾ പറയുമ്പോൾ നമ്മൾ മുസ്ലിംസിനെ, തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ചേട്ടനോട് അങ്ങനെ ഇപ്പോൾ ഒരാൾ പറയുവാണ്, നീ സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദികൾ അല്ലെങ്കിൽ മുസ്ലിംസിനെയാണ്, ഇതിനെ മതം നോക്കിയാണോ നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ടത്?
അല്ല, ഞാൻ മതം നോക്കി സംസാരിക്കത്തില്ല. ഞാൻ മതം നോക്കി സംസാരിക്കുന്ന ആളുമല്ല ഈ വക കാര്യങ്ങളിൽ. നമ്മൾ മതം നോക്കുന്ന എവിടെയാണ്? നമ്മൾ മതം നോക്കുന്ന നമ്മുടെ ഈ ഇങ്ങനെയുള്ള വിശ്വാസ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മളത് മതം നോക്കി പറയുന്നു. അല്ലാതെ ഇങ്ങനെയുള്ള ഒരു എന്താണ് പറയുന്നത്, അവിടെ അവർ ഈ എനിക്ക് തോന്നുന്നു ഈ ഹമാസ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ 87 ഇല്ലെങ്കിൽ എന്നേ പാലസ്തീനികളെ അവർ അവിടെ നിന്ന് വാനിഷ് ചെയ്ത് കളഞ്ഞു. എന്തുകൊണ്ടാകാം ലോകരാഷ്ട്രങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞ ഐക്യരാഷ്ട്ര സംഘടന പോലുള്ളവർ ഇതൊരു, ഇപ്പം നമ്മൾ ഉക്രൈൻ യുദ്ധം കണ്ടതാണ്. ഉക്രൈൻ യുദ്ധം പോലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ അന്നത്തെ യുദ്ധത്തിൽ ഏറ്റവും എനിക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയൊരു കാര്യം, ആ സൈനികരുടെ കയ്യിൽ സൂര്യകാന്തി വിത്തുകൾ കൊടുത്തു വിടുന്നുണ്ട് അവർ. അത് ഒരു സിംബോളിക്കാണ്. എന്തെങ്കിലും യുദ്ധം തീർന്ന് നാളെ പുലരുമെന്ന്. എന്തായിരിക്കാം ഗാസയിൽ നമ്മളൊരു പുലരാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടായിരിക്കും ഐക്യരാഷ്ട്ര സംഘടന പോലുള്ളവരൊന്നും ഇതിൽ ഇടപെടാത്ത, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടൊരു ഇത് നടക്കാത്ത എന്താവാം? അയ്യോ, അതിനെക്കുറിച്ച് ഇടപെടാത്തതിനെ കുറിച്ചൊക്കെ എനിക്ക് പറയാനേ പറ്റത്തില്ല. അറിയില്ല, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ലോക രാഷ്ട്രീയത്തിനെ കുറിച്ച് നമുക്ക് പറയാനേ അറിഞ്ഞുകൂടാ. മിക്കവാറും ഇങ്ങനെയുള്ള ഈ ട്രംപ് അങ്ങനെയൊക്കെയുള്ള ഈ അടുത്തിടെയും ട്രംപ് പറഞ്ഞു യുദ്ധമാണെന്ന് പറഞ്ഞു. കുറച്ചാളുകൾ പോയപ്പോൾ വീണ്ടും അവിടെ കൊലപാതകങ്ങൾ അരങ്ങേറി. അതെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. ചേട്ടൻ ഖത്തറിലല്ലേ താമസിക്കുന്നത്? അപ്പം ഈ കേരളത്തിൽ അല്ലാത്തതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടോ? അതായത് ഈ കേരളത്തിൽ ഇരുന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീട് തേടി അടി വരും, ഖത്തറിലാകുമ്പോൾ ഫ്ലൈറ്റ് പിടിച്ച് അടിക്കാൻ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മിക്കവാറും ഉള്ള യുക്തിവാദികളെ അടിയിട്ടുണ്ട്. എനിക്ക് മാത്രമേ കിട്ടാറുള്ളൂ. അല്ല, ചേട്ടൻ്റെ യുക്തിവാദം വെച്ചിലൂടെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. എന്നെ വെറുക്കുന്ന ആൾക്കാരെ ഞാൻ വളരെ ചുരുക്കം. അവർ ചിലപ്പോൾ ഒരു കമന്റിലൂടെ വെറുത്തിട്ട് പോണതായിരിക്കും. സ്ഥിരമായിട്ട് എന്നെ വെറുക്കുന്ന ആൾക്കാരാണോ? അല്ല, അവർ സ്ഥിരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക്, അല്ലേ? സ്ഥിരമായിട്ട് സംസാരിക്കും. എനിക്കൊന്ന് ഒരു ദിവസം ഒരു 100 മെസ്സേജെങ്കിലും എനിക്ക് വരും. 100 മെസ്സേജിൽ ഞാൻ സംസാരിക്കും. ചിലപ്പോൾ ഒരു 5-6 ആൾക്കാരെടുത്തെങ്കിലും ഞാൻ ഡെയിലി സംസാരിക്കും. ഇവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവരാണ്. ഇനി വെറുക്കുന്നവർ ഒരു കമൻ്റൊക്കെ ഇട്ട് തെറി വിളിച്ചിട്ട് പോകും. പിന്നെ അവർ അടുത്ത പോസ്റ്റിലും വരാറില്ല, ആ പ്രദേശത്തും വരാറില്ല, കഴിഞ്ഞു. അപ്പോൾ വെറുക്കുന്നവർ കുറവാണ്. അല്ല, അപ്പോൾ ഈ സദാചാരം കേരളത്തിൽ എങ്ങനെയാണ്? പണ്ടത്തെ പോലെ ഇപ്പം ചേട്ടനറിയാം, പണ്ട് ചേട്ടനൊരു വിശ്വാസിയായിരുന്നു, അപ്പം ഉണ്ടായിരുന്നൊരു സദാചാര മൂല്യവും ഇപ്പോൾ കാണുന്ന, ഇപ്പം നമ്മൾക്കൊരു നവയുഗവും ജെനിസൈഡും ഒക്കെ ഉള്ള സമയത്ത്, ജെൻസിയൊക്കെ ഉള്ള ഒരു സമയത്തും സദാചാരം എങ്ങനെയാണ് ഇവിടെ ഒരു ഇപ്പം വെളിയിൽ നിന്നപ്പോൾ നോക്കിക്കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. ഈ അടുത്തിടെ ഒരു സംഭവം നടന്നില്ല, ഒരു കാറിൽ ഒരു ഭാര്യയും ഭർത്താവും നിന്നതും പിന്നീട് അതിനെ ചോദ്യം ചെയ്തതും ഒക്കെ. അത് എങ്ങനെയാണ് ചേട്ടന് പറയാൻ പറ്റുന്നത്? സദാചാരത്തിൻ്റെ ഒരു സദാചാരമൊന്നും നല്ലതല്ല. അത് അവരൊരു തന്നെ തിരുത്തേണ്ടതാണ്. അതായത് നമ്മൾ ഒരു മറ്റൊരാളിൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെടുന്നത് നല്ലതല്ല. ഈ പ്രൈവസിയും പേഴ്സണൽ സ്പേസും തിരിച്ചറിയണം. അത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സെക്സ് എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ കടമ്പയെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കാനുള്ളതാണ് ഈ പേഴ്സണൽ സ്പേസും ഈ പറയുന്ന പ്രൈവസി. അതായത് ഞാൻ ഇപ്പോൾ എന്ത് പറയുന്ന കാര്യങ്ങളും ശരണ്യക്ക് എടുക്കാം. ശരണ്യ ഇന്ന സാധനങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ച് ഇൻ്റർവ്യൂടെ കാര്യമില്ല ഞാൻ പറയുന്നു, അല്ലാതെ ചോദിച്ച് കയറി വരത്തില്ലേ? അതാണ് ആൾക്കാർക്ക് ഇവിടെ കൂടുതൽ നടക്കുന്നത്. അതാണ് ഒരാളിൻ്റെ സാധനം തിരക്കി അറിയുക എന്നുള്ളത്. നമ്മൾ പറയുന്നത്, ഞാൻ ഫേസ്ബുക്കിനകത്തിരുന്ന് എഴുതുന്നതും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പബ്ലിക്കായിട്ട് പല കാര്യങ്ങളും ഇരുന്ന് പറയുന്നില്ലേ, അത് എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ ഇരുന്ന് പറയും, എല്ലാവർക്കും കേൾക്കാം. പക്ഷെ അതിനെ പ്രതി വീണ്ടും വന്ന് എൻ്റെ ഇൻബോക്സിൽ നിന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചറിയുക, നീ എന്ത് ചെയ്യുന്നു, എന്ത് അസുഖം, അങ്ങനെയൊക്കെ പാടില്ല. അതെൻ്റെ പ്രൈവസിയാണ്. ഞാൻ പറയുന്ന സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. ഇവിടെ കുറേ കൂടെ എഡ്യൂക്കേഷൻ, അതായത് സെക്സ് എഡ്യൂക്കേഷൻ മാത്രമല്ല, കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ്റെ ഒരു കുറവ് തോന്നുന്നുണ്ടോ ഈ സാമൂഹ്യപരമായിട്ട്? ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ സ്പേസ് എന്ത്, നമ്മുടെ സ്വകാര്യതയും അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമുക്ക് ഈ സിവിക് സെൻസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഈ പബ്ലിക്കിൽ നമ്മൾ പെരുമാറുന്ന ഇതൊക്കെ, കൃത്യനിഷ്ഠ, സമയം, അല്ലേ? അത് പല രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വ്യത്യാസമായിട്ട് തോന്നുന്നു. പക്ഷെ നമ്മളാണ് അവിടെ ജീവിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഗൾഫ് നാട്ടിൽ പോകുമ്പോൾ നമ്മൾ മലയാളികളാണ് അവിടെ ജീവിക്കുന്നത്. അവിടുത്തെ പക്ക എല്ലാ സാധനവും നമ്മൾ കൃത്യമായിട്ട് ചെയ്യും, അല്ലേ? കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് 7 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകണം. എല്ലാ ആൾക്കാരും 7 മണിക്ക് ഡ്യൂട്ടിക്ക് എത്തുമല്ലോ. അവിടെ മലയാളികളാണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ കിട്ടിയതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷന് അത്ര വലിയ പ്രോബ്ലം ഇല്ല, ബട്ട് സിസ്റ്റം പ്രശ്നമാണ്. ഇവിടെ നിങ്ങൾക്ക് കൃത്യനിഷ്ഠമായിട്ടൊരു ബസ് കാണത്തില്ല പോകാനായിട്ട്, ട്രെയിൻ കാണത്തില്ല, അല്ലേ? അപ്പോൾ കറക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ എത്താൻ താമസം. അപ്പോൾ സിസ്റ്റം കുറച്ചും കൂടെയൊക്കെ മാറേണ്ടിയിരിക്കുന്നു.
അതാണ് ഈ സിവിക് സെൻസിലുള്ള. പിന്നെ ബാത്റൂം, പബ്ലിക് ടോയ്ലറ്റുകൾ, വെളിനാട്ടിൽ പോകുമ്പോൾ എല്ലാവരും പറയും പബ്ലിക് ടോയ്ലറ്റ് എന്തുമാത്രം വൃത്തിയാണ്, ഇവിടെ വൃത്തിയില്ല. അത് വൃത്തിയാക്കാനുള്ളത് നമ്മൾ മാത്രമല്ലല്ലോ, ആ സിസ്റ്റം കൂടെ റെഡി ആവണ്ടേ. അപ്പോൾ സിസ്റ്റം റെഡി ആവേണ്ടതുണ്ട്, റോഡ് സൗകര്യങ്ങൾ വരേണ്ടതുണ്ട്, ട്രാഫിക് ജാം കുറയേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ഈ സിവിക് സെൻസ് കറക്റ്റായിട്ട് നടക്കാതെ വരുന്നത്. പിന്നെ വൃത്തിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ കുക്കിംഗ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കുക്കിംഗ് ഒക്കെ എടുത്തിട്ട് കളിയാക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. അവരുടെ രാജ്യങ്ങളൊക്കെ ഭയങ്കര നല്ല വൃത്തിയായിട്ടും. നമ്മുടെ രാജ്യത്ത് ഈ സാധാരണക്കാർ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു വളരെ വലിയൊരു ജനതയുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഇങ്ങനെയുള്ള ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. ചിലപ്പോൾ ആ ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ നിവൃത്തിയുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. അവരത് കഴിച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ അതിനെ കളിയാക്കിയിട്ട് കാര്യമില്ലെന്ന്. അതിനെ ഇവരെല്ലാം കൂടെ നമ്മളെല്ലാം കൂടി ഇവരെല്ലാം കൊല്ലണോ? കൊന്നിട്ടാണ് നാട് നന്നാക്കി വൃത്തിയാക്കാനുള്ളത്? അത് നടക്കുന്ന കാര്യമില്ല. കാളവണ്ടി ഓടിക്കുന്നവരുണ്ടാവും, മനുഷ്യൻ പിടിച്ച് വലിച്ചു പോണ വണ്ടികളൊക്കെ ഉണ്ടാവും. അവർ ഇല്ലാതാവണമെങ്കിൽ നമ്മൾ കുറേ കൂടെ നമ്മുടെ സമൂഹം കൂടെ മെച്ചപ്പെട്ട് അവർ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അവരുടെ മക്കളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കൾ ചിലപ്പോൾ അത് ചെയ്യുന്നുണ്ടാവത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ആശാന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി ഒന്ന് മാറ്റാമോ? മാറ്റ്, കാണട്ടെ. ഇതാണ് ഒറിജിനൽ ചേട്ടൻ. അപ്പോൾ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.